മഴക്കാലം ആരംഭിച്ചതോടെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപകമായ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതായും വിള നശിപ്പിക്കുന്ന ഇവയ്ക്കെതിരെ കർഷകരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും കീടനിരീക്ഷണ കേന്ദ്രം പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ആഫ്രിക്കൻ ഒച്ചിന്റെ സ്രവങ്ങളിൽ കാണപ്പെടുന്ന പരാതവിര മനുഷ്യരിൽ രോഗബാധയ്ക്ക് കാരണമാകുമെന്നതിനാൽ ഇവയെ വളരെ ശ്രദ്ധാപൂർവം നിയന്ത്രിക്കേണ്ടതുണ്ടെന്നും അറിയിച്ചു. മഴക്കാലം ആരംഭിച്ചതോടെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ജയന്റ് ആഫ്രിക്കൻ സ്നേൽ എന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപകമായ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതായും വിള നശിപ്പിക്കുന്ന ഇവയ്ക്കെതിരെ കർഷകരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും കീടനിരീക്ഷണ കേന്ദ്രം പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. ആഫ്രിക്കൻ ഒച്ചിന്റെ സ്രവങ്ങളിൽ കാണുന്ന പരാതവിര മനുഷ്യരിൽ രോഗബാധയ്ക്ക് കാരണമാകുമെന്നതിനാൽ ഇവയെ വളരെ ശ്രദ്ധാപൂർവം നിയന്ത്രിക്കേണ്ടതുണ്ട്. എലി നിയന്ത്രണത്തിൽ എന്ന പോലെ കൂട്ടായ സാമൂഹിക അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചാൽ മാത്രമേ ഇവയെ ഫലപ്രദമായി തുരുത്താൻ കഴിയൂ. ആഫ്രിക്കൻ ഒച്ചുകളുടെ സ്രവങ്ങളിൽ കാണുന്ന നാടവിരകൾ മനുഷ്യരിൽ മസ്തിഷ്കജ്വരം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇതൊരു സാമൂഹിക ആരോഗ്യ പ്രശ്നമായി കൂടി പരിഗണിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൃഷിവകുപ്പ്, ആരോഗ്യവകുപ്പ്, സന്നദ്ധ സംഘടനകൾ, കാർഷിക കൂട്ടായ്മകൾ എന്നിവയുടെ എല്ലാം നേതൃത്വത്തിൽ വിപുലമായ ബോധവൽക്കരണവും നിയന്ത്രണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തണമെന്നും കീടനിരീക്ഷണ കേന്ദ്രം പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു. വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ, പപ്പായ, നാരകം, ഇലവർഗ പച്ചക്കറികൾ തുടങ്ങി വ്യത്യസ്ത കാർഷിക വിളകളെ ആക്രമിച്ച് വിളനാശമുണ്ടാക്കുന്നവയാണ് ആഫ്രിക്കൻ ഒച്ചുകൾ. CDNet ന്യൂസ്, കായംകുളം.